എറണാകുളത്ത് നടന്ന മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂരും കോൺഗ്രസും തമ്മിൽ വലിയ കലഹത്തിലാകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഒത്തുതീർപ്പിലെത്തി നിൽക്കുകയാണ്. ഒത്തുതീർപ്പിലെത്തി നിൽക്കുമ്പോഴും പല BJP നേതാക്കളും പറയുന്നത് അദ്ദേഹം BJPക്കുള്ളതാണ്, CPM പറയുന്നു അവർക്കുള്ളതാണ്, കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു എല്ലാം പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങൾക്കുള്ളതാണ്. ശശി തരൂർ ആർക്കുള്ളതാണ്? താങ്കൾ പറഞ്ഞതിലൊരു ഫാക്ച്വൽ എറർ ഉള്ളത്. ഞങ്ങൾക്കുള്ളതാണെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞില്ല. ശശി തരൂരിനെ പോലെയുള്ളൊരു നേതാവ്, പ്രവർത്തിക്കാൻ കഴിയുന്നൊരു പാർട്ടി, രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നൊരു പാർട്ടി, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നല്ല പോളിസികൾ നിർമ്മിക്കുന്നതിൽ ഇടപെടാൻ കഴിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരേ ഒരു പാർട്ടിയിലെ അവസരമുള്ളൂ. ആ അവസരമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്കുള്ളതാണെന്നൊന്നും ഞങ്ങളൊരിടത്തും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അതൊരു ഫാക്ച്വൽ എറർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ശ്രീനിവാസൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, അതായത് നമ്മുടെ ശ്രീനിവാസൻ കാഷായ വേഷമൊക്കെ ഇട്ട് മലയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ കയറ്റാൻ നേരത്ത് ഭാര്യ പറയും വീട്ടിൽ കയറേണ്ട, ഇറങ്ങിക്കോളാൻ പറയുമ്പോഴത്തേക്കും മക്കളെ റോഡിൽ വെച്ച് കണ്ടതിന് ശേഷം 2 മുട്ടായി വാങ്ങി കൊടുത്തിട്ട് പറയില്ലേ, അച്ഛൻ വന്നിട്ട് അമ്മ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ഇതൊരു അവസ്ഥയിലാണ് പാവപ്പെട്ട ശ്രീ ശശി തരൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പോവാതിരിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. കാരണം അദ്ദേഹം ഇലക്ഷനിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാതിരുന്നാൽ കോൺഗ്രസിന് ഒരു 10% വോട്ട് നഷ്ടമാകും. കാരണം അദ്ദേഹത്തിനുള്ളൊരു ഫേസ് വാല്യൂ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയെ വോട്ടാക്കണം എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു വോട്ട് അധികാര രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഒരാളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. അത് നമ്മൾ എല്ലാ ഘട്ടത്തിലും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇന്നിപ്പോൾ മല്ലികാർജുന ഖാർഗെയെ നമ്മൾ നോക്കുമ്പോൾ ACC പ്രസിഡന്റ്, അങ്ങനെ ACC പ്രസിഡന്റ് ആയിരുന്ന പല ആൾക്കാരും ഇന്ന് കോൺഗ്രസ്സാൽ അറിയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അപ്പോൾ അത്ര കമ്മിറ്റ്മെൻ്റ് അവർക്ക് ആ പാർട്ടിയോടും ആ പ്രവർത്തകരോടും ഉള്ളൂ. ഇതൊരു ഫാമിലി പാർട്ടിയാണ്. പ്രിയങ്ക വദ്രയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ അവരുടെ ഒരു കോക്കസിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ്. ഒരു സത്യത്തിലൊരു ട്രസ്റ്റാണ്. അപ്പനും ഞാനും പിന്നെ എൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയും മാതിരി ഇതൊരു ട്രസ്റ്റാണ്. അപ്പോൾ ആ ട്രസ്റ്റിനകത്ത് ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് അയാളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ലോക്സഭയ്ക്കകത്ത് കൂടുതൽ സമയം ഇടപെടാൻ വേണ്ടിയിട്ട് തരണം. അതായത് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം. ഒന്ന് ആലോചിച്ചു, ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ ഇത്തരത്തിൽ അദ്ദേഹം പിണങ്ങി നിന്നതിന് ശേഷം ഒരു ചർച്ച വിളിച്ച് അവിടെ ഒരു കോംപ്രമൈസ് ടോക്ക് നടത്തേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ആ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ടോ? തിരുവനന്തപുരം പോലുള്ളൊരു നഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നൊരു മനുഷ്യന് കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന 10,000-കണക്കിന് MP-മാരും മന്ത്രിമാരും ഒന്നും ഇല്ലല്ലോ അവിടെ. അതിൽ ഇച്ചിരി തലയ്ക്കകത്ത് ആള് താമസമുള്ള, അക്ഷരം കൂട്ടി വായിക്കാൻ കപ്പാസിറ്റിയുള്ള, നല്ല വാഗ്മിയായിട്ടുള്ള ഒരു മനുഷ്യന് തനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധി കൊടുക്കുന്നില്ല സുരേഷിന് സമയം നൽകുന്നു. അതെ, കൊടുക്കുന്ന സുരേഷ് മാത്രമല്ലെന്ന് ഞാൻ അതിനകത്ത് പറയാൻ തന്ന പലരുടെയും പേര് ഞാൻ അങ്ങനെയൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. അടൂർ പ്രകാശിനെ പോലെയുള്ള ആളുകൾക്ക് സമയമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അവസരമില്ല. ആകെ ഇദ്ദേഹം ചെയ്തൊരു തെറ്റ്, സോണിയാഗാന്ധിയുടെ ട്രസ്റ്റ് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരായി ഇദ്ദേഹം മത്സരിച്ചു. അതാണ് അദ്ദേഹം ചെയ്ത അക്ഷന്തവ്യമായ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത്, ജനാധിപത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ അല്ലല്ലോ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെ മത്സരമല്ലേ? അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് മത്സരിച്ചതിന്റെ പേരിലാണ് ഈ ക്രൂരത അദ്ദേഹത്തിനോട് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്ത് ഒരു മീറ്റിംഗ്, ഒരു വിഷയം നടക്കുമ്പോൾ, ഒരു കമ്മിറ്റി നടക്കുമ്പോൾ എന്നെ കൂടി കേൾക്കണം എന്ന് അദ്ദേഹം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിവേദനമായിട്ട് മുന്നോട്ട് വെക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം ആ പാർട്ടിക്കകത്ത് അവഗണിക്കപ്പെടുന്നു, എത്രത്തോളം ആ പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? അത് അദ്ദേഹത്തിൻ്റെതായ ഒരു ചോയ്സ് ആയിരിക്കാം. മിക്കവാറും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. എനിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ റീസൺ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ്. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്, കേവലമായ അധികാരത്തിന് വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തൊന്നും കോൺഗ്രസിന് CPM-ന്റെ BJPക്ക് പുറത്ത് പരിശോധിക്കുകയാണെങ്കിൽ CPM-ന്റെ നേതാക്കൾ വലിയ രീതിയിൽ തന്നെ ശശി തരൂരിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അന്ന് ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് വ്യവസായിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. CPM എന്തുകൊണ്ട് ആ വാതിൽ തുറന്നിടുന്നു?
അല്ല, CPM ഇപ്പോഴത്തെ CPMന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലിനടിയിലെ മണ്ണ് വരെ ഒലിച്ചു പോകുന്ന അവസരത്തിൽ CPMന് എന്തെങ്കിലുമൊക്കെ ചില ഗിമ്മിക്കുകൾ നടത്തി പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അതിന് എന്ത് ചെയ്യാനും നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടായാലും ശരി, അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. CPMന് അങ്ങനെയാണ്. CPM ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ മാസ്റ്റർ ഡിഗ്രി കിട്ടിയിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് സ്വാഭാവികമായും എന്ത് ഗിമ്മിക്ക് കാണിച്ചും ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, CPM ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ശശി തരൂരിനെ പോലെ ഒരാളെ അടർത്തിക്കൊണ്ട് വരാൻ സാധിച്ചാൽ കോൺഗ്രസിന് വലിയൊരു പ്രഹരം കൊടുക്കാൻ സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാൾ ലോകം മുഴുവൻ സഞ്ചരിച്ച, ലോകത്തെ രാഷ്ട്രീയങ്ങളെ മുഴുവൻ നിരീക്ഷിച്ച, ലോകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരു മനുഷ്യൻ CPMനെ പോലെ ഒരു പൊട്ടക്കുളത്തിനകത്തേക്ക് ചാടും എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചോയ്സ് ആണ്. അത് പല കാര്യങ്ങളിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അസമിലെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ ശശി തരൂർ BJP? ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിനോട് കൂറുള്ള, രാജ്യം വളരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഒരാളെയോ 2 പേരെയോ 3 പേരെയോ അല്ല. ഇപ്പം അസമിൻ്റെ മുഖ്യമന്ത്രി നമ്മളൊരു ഉദാഹരണം എടുത്താൽ, അദ്ദേഹം മുമ്പ് 3ാമത്തെ റോയിൽ നിന്നിരുന്ന നേതാവാണ് അല്ലേ. അസം 3ാമത്തെ റോയിൽ നിന്നിരുന്ന, കഴിവുണ്ടായിട്ടും 3ാമത്തെ റോയിലേക്ക് പിന്തള്ളപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച സീറ്റിൽ മുഖ്യമന്ത്രി ആവാൻ സാധിക്കാതെ 3ാമത്തെ റോയിലിരുന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തയാളാണ്. അവസാനം അദ്ദേഹം ഗതികെട്ട് ഇതുപോലെ ശശി തരൂരിന് ഉണ്ടായതുപോലെ തന്നെ അവഗണനകളുടെ അങ്ങേ അറ്റമായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് BJPയിലേക്ക് വന്നു. ഇന്ന് അദ്ദേഹം അസമിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ എന്താണ്? ഇന്ന് കോൺഗ്രസിന് പകരം ഒരാളെ വയ്ക്കാനില്ല. നിങ്ങൾ നോക്കൂ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക്, പതിറ്റാണ്ടുകൾ ആ സംസ്ഥാനത്തെ ഭരിച്ച ഒരു പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരായി ഒരാളെ വയ്ക്കാനില്ല. അപ്പോൾ അത്രത്തോളം ജനകീയനായിരുന്ന, അത്രത്തോളം കഴിവുണ്ടായിരുന്ന, അത്രത്തോളം കപ്പാസിറ്റി ഉണ്ടായിരുന്ന നേതാക്കന്മാരെ ഘട്ടം ഘട്ടമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് ഒതുക്കി വെച്ചതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഇന്ന് കോൺഗ്രസിനകത്ത് നമ്മൾ കാണുന്നത്. സച്ചിൻ പൈലറ്റ് മോശക്കാരനാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷേ സച്ചിൻ പൈലറ്റിനെ ഇന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത്? അതുപോലെ തന്നെയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയും ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കൂ, ഒരു ചെറുപ്പക്കാരനെ മധ്യപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് അത് BJPയെ പോലെ ഒരു BJPയുടെ കേഡർ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ആ സംസ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഈ കിച്ചൺ ക്യാബിനറ്റിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പിടിച്ച്, ഒരു ഡമ്മിയെ പിടിച്ച് അതിൻ്റെ മുകളിലിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പണിയെടുക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം രാജിവെച്ചു BJPയിലേക്ക് വന്നു. ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ മിനിസ്ട്രിയുടെ പ്രവർത്തനം നിങ്ങളൊന്ന് വിലയിരുത്തണം. അതെത്ര ഡൈനാമിക് ആയിട്ടാണ് അദ്ദേഹം BJPയുടെ ഗവൺമെന്റിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കഴിവുള്ള ആളുകളെ, ഞാൻ പറഞ്ഞ 2 സിമ്പിൾ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിലെ CPMും കേരളത്തിലെ കോൺഗ്രസും എല്ലാവരും എന്തുകൊണ്ടാണ് BJPയിലേക്ക് വന്നത്, കോൺഗ്രസ് ഒന്നടങ്കം BJPയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് അവിടെ സ്പേസ് കൊടുക്കുന്നില്ല. ഇവിടെ സ്പേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരാളെയും പിടിച്ചു കിട്ടണമെന്ന ആഗ്രഹമില്ല. ഞങ്ങൾ അവരുടെ എല്ലാം കഴിവുകളെ, അവരുടെ എല്ലാം സംഭാവനകളെ ഇന്ത്യയുടെ പൊതു വികസനത്തിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു സ്വപ്നമാണ് ഇപ്പോൾ BJP കേരളത്തിലും കാണുന്നത്. ശശി തരൂരിന്റെ വരവ് BJPക്ക് കേരളത്തിൽ ഗുണകരമായി മാറുമോ? തീർച്ചയായിട്ടും ആവുമല്ലോ. തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ, ഞാൻ ശശി തരൂർ എന്ന് മാത്രം പറയുന്നില്ല, ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ BJPക്കൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത, കൂടുതൽ സംരക്ഷണം, കൂടുതൽ വികസനം നൽകാൻ കഴിയുന്ന ഒരു ശക്തി, ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു പ്രേരക ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് പറ്റുന്ന ഏക ഇടം BJP ആണ്. അനിൽ ആന്റണി ആയാലും പത്മജ വേണുഗോപാലായാലും അത്തരത്തിലുള്ള പല നേതാക്കളും വന്നിട്ട് അത് BJPക്ക് എന്ത് ഗുണം ലഭിച്ചു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അതെങ്ങനെയാണ് ചോദ്യചിഹ്നമാകുന്നത്? പത്മജ വേണുഗോപാൽ വന്നിട്ട് BJPക്ക് ഒരു ഗുണവും ലഭിച്ചില്ല നിങ്ങൾ എങ്ങനെ പറയും? അങ്ങനെ പറയാനും സാധിക്കില്ല. അനിൽ കെ ആന്റണിയുടേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന പല പ്രവർത്തനം, പത്തനംതിട്ടയിലുള്ള വോട്ടും കുറയുകയാണ്. അല്ലല്ല, നമ്മളത് മനസ്സിലാക്കേണ്ടത് കേരളത്തിനകത്തുള്ളൊരു പൊളിറ്റിക്കൽ ഡൈനാമിഷൻ ഉണ്ട്. കേരളത്തിനകത്ത് BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ BJPയെ സൈഡ് ലൈൻ ചെയ്യാൻ, BJPയെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഇടത് വലത് മുന്നണികളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട്. നമ്മൾ അതിന് പുറത്തേക്ക് വിശാലമായി കാഴ്ചപ്പാടിൽ ചിന്തിക്കുക. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ അനിൽ കെ ആന്റണി ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ നമ്മൾ അതൊക്കെ ചിന്തിക്കണ്ടേ? നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ അനിൽ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കാൻ തയ്യാറാവണം. പത്മജ വേണുഗോപാൽ വന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് നിന്ന് എത്രയോ നേതാക്കന്മാരെ അവിടെ നിന്ന് അടർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ മഹേശ്വരൻ നായരെ പോലെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് എങ്ങനെ വന്നത്? അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരാളോ 2 പേരോ 3 പേരോ എന്നുള്ളതല്ല, പക്ഷേ അവരുടേതൊക്കെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അവരുടേതായിട്ടുള്ള രീതിയിൽ തൃശ്ശൂരിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കത് ഫുൾ ഫ്ലെഡ്ജ്, നിങ്ങൾ പറയും പോലെ ഫുൾ ഫ്ലെഡ്ജിൽ പ്രദർശിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ പരാജയപ്പെടുത്താൻ, BJP പരാജയപ്പെടുത്താൻ വേണ്ടി 2 മുന്നണികളും കൂടി നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഞങ്ങൾ ഇത്തവണ 1400 പഞ്ചായത്ത് വാർഡുകളിലാണ് ജയിച്ചത്. 1460 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1460 പഞ്ചായത്ത് വാർഡിലാണ് ജയിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും ചുരുങ്ങിയത് 800 പഞ്ചായത്ത് വാർഡുകളിൽ കേരളത്തിൽ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും CPM ഒരുമിച്ച് വോട്ട് ചെയ്തു. അപ്പോൾ 800 പഞ്ചായത്ത് വാർഡുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ 35 ഗ്രാമപഞ്ചായത്തുകൾ 35 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നു. നമുക്ക് എത്ര കൂടി ഭരിക്കാമായിരുന്നു? എത്ര കൂടി സ്ഥലങ്ങളിൽ ഞങ്ങൾ മുന്നിലേക്ക് വരുമായിരുന്നു? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ 50 ജയിച്ചു. ഞങ്ങൾ എത്രയിടത്ത് പരാജയപ്പെടുത്തി? ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടും ഞങ്ങൾ 50 ജയിച്ചു. അപ്പോൾ എത്രയിടത്ത് പരാജയപ്പെടുത്തി? അപ്പോൾ ഞങ്ങൾ എത്ര സീറ്റ് ജയിക്കേണ്ടവരായിരുന്നു? ഒരു 60-ലേക്കോ 65-ലേക്കോ പോവേണ്ട ഒരു പാർട്ടിയാണ് 50-ലേക്ക് അവർ കൊണ്ടുവന്ന് എത്തിച്ചത്. പക്ഷെ എന്നിട്ടും അവർക്ക് 50-ലേക്ക് എത്തിക്കാൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഞങ്ങളുടെ മാത്രം വിജയമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്രൂക്കായി പത്തനംതിട്ടയിലെ ഈ പറയുന്ന പന്തളം നഗരസഭ എല്ലാവരും ചോദിക്കുന്നത് എന്താ പന്തളം നഗരസഭ കൈവിട്ടു പോയല്ലോ. പന്തളം നഗരസഭയിലെ എത്ര സീറ്റിലാണ്? എൻ്റെ കണക്ക് ഏതാണ്ട് 8 സീറ്റുകളിൽ UDFും LDFും പരസ്പരം വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാണ്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങളെ കൂട്ടായി നിന്ന് പരിശ്രമിച്ച് ഇന്ത്യ സഖ്യമായി നിന്ന് പരാജയപ്പെടുത്തുന്ന ഒരു പരിശ്രമം, അല്ലെങ്കിൽ അതിനോട് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ തന്നെ വളരെ ശക്തമായി ഇത്തവണയും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം കൊണ്ട് ചില കാര്യങ്ങൾ തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞില്ലേ, തൃശ്ശൂരിൽ അത് കുറഞ്ഞില്ലേ. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ പാർട്ടി BJP ആണ്, പക്ഷെ ഞങ്ങളവിടെ ഭരിക്കുന്നില്ല. അങ്ങനെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഏക സംസ്ഥാനം കേരളമായിരിക്കും. അതായത് വോട്ട് ഷെയറിൽ ഏറ്റവും മുന്നിൽ നിന്നാലും ഇവിടെ ഭരിക്കാൻ സാധിക്കാത്ത ഇപ്പോൾ CPIക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ എത്ര ശതമാനം വോട്ടുണ്ട്, പക്ഷെ അവർക്ക് എത്ര സീറ്റുണ്ട്? BJPക്ക് എത്ര ശതമാനം വോട്ടുണ്ട്? BJPക്ക് എത്ര സീറ്റുണ്ട്? അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. അതായത് ഇവിടെ വളരെ പർപ്പസ്ഫുള്ളായി സുരേന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ സുരേന്ദ്രേട്ടൻ 86 വോട്ടിന് തോറ്റെടുത്ത് നിന്ന് സുരേന്ദ്രേട്ടൻ 10,000 വോട്ട് കൂടുതൽ പിടിച്ചപ്പോൾ വീണ്ടും സുരേന്ദ്രേട്ടൻ 3000 വോട്ടിന് തോറ്റു. അപ്പം അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ആപ്ലിക്കബിൾ അല്ല, കേരളത്തിൽ ആപ്ലിക്കബിൾ ആണ്. കാരണം ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് വർഗീയമായി ചിന്തിക്കുന്ന, വർഗീയമായി വോട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ ഇടത് വലത് മുന്നണികൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള അവരുടെ രാഷ്ട്രീയം കൊണ്ട് ഒരു ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കാലത്തും BJPക്ക് ഇവിടെ എൻട്രി കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വരുന്നതിന് മുമ്പ്, ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞാണ്, BJP വരുന്നതിന് മുൻപും അഴിമതികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസും CPM പ്രതിപക്ഷവും ഭരണപക്ഷമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ അവർ മുന്നോട്ട് പോയി, ഒരു ചർച്ചകളും ഉണ്ടായില്ല. BJP 2015 35 സീറ്റുമായി പ്രതിപക്ഷത്തേക്ക് വന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഷയങ്ങൾ ഓരോന്നോരോന്നായി വെളിയിലേക്ക് വരുന്നത്. ആ 35 സീറ്റിൽ നിന്ന് തൊട്ടടുത്ത് ഞങ്ങൾ 50 സീറ്റിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, വലിയ രീതിയിൽ പ്രവർത്തിച്ചു. ഇവർ 2 പേരും കൂടി ചേർന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തി. UDFിൻ്റെ ഗണ്യമായ വോട്ട് LDFിലേക്ക് പോയി. നമ്മൾ സീറ്റുകളുടെ കണക്ക് തന്നെ നോക്കിയാൽ ഗണ്യമായ വോട്ട് UDFിൽ നിന്ന് LDFിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ നിങ്ങൾ നോക്കൂ, 2 ടേം കഴിയുമ്പോൾ തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷനിലേക്ക് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങളൊരു 20-25 പേര് ഈ പറയുന്ന, അല്ലെങ്കിൽ 30 പേര് ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് ഈ ടേമിൽ കയറിയാൽ അടുത്ത ടേമിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരിക്കും. ഒരു സംശയമാണ്. കാരണം ഈ അഴിമതികൾ മുഴുവൻ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും. ഇതിനകത്ത് ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മുഴുവൻ ഞങ്ങൾ വെളിയിൽ കൊണ്ടുവരും. അത് കൊണ്ടുവന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഞാൻ അത് പറയാനാണ്, ആ കമ്പാരിസൺ പറയാൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്തത്. ആ ജനങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞ ഈ പ്രോസസ്സ് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJPക്ക് ഒരു 30-35 സീറ്റിലേക്ക്
ഈ കേരളത്തിൽ ഉയർന്നു വരാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, പാർട്ടി പ്രവർത്തകനാണ്. ജനങ്ങളുടെ ഇടയിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിങ്ങളും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു മേയറെക്കുറിച്ച് ജനങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നില്ലേ? ഒരു വിഷയം വന്നാൽ ഞങ്ങൾക്കൊരു മേയറുണ്ട്, ഒരു പൈപ്പ് പൊട്ടിക്കിടന്നാൽ കോർപ്പറേഷനിൽ വിളിക്കും, ഇപ്പോൾ ആൾ വരും എന്ന് പറയുന്ന ആത്മവിശ്വാസം എവിടെ നിന്നുണ്ടായി? ഇത് ബി ജെ പിയുടെ ഒരു മേയർ വന്നപ്പോൾ ഉണ്ടായതല്ലേ, ബി ജെ പിയുടെ നയം കൊണ്ടുണ്ടായതല്ലേ, ബി ജെ പിയുടെ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുണ്ടായതല്ലേ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ വളരെ വളരെ സന്തോഷത്തിലാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് മറ്റു ജില്ലകളിലേക്കും കൂടി, അത് ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം പല ആളുകൾ എന്നോട് പറയും, തിരുവനന്തപുരത്ത് മേയർ അയാൾ എന്ത് പക്വതയോടുകൂടിയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, മറ്റൊരാളെ പോലെ അല്ല. CPM-കാർ പറയുന്നുണ്ട്, ഇതുപോലൊരു മേയർ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ കോർപ്പറേഷൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. ഈ വർഷങ്ങൾക്ക് മുൻപ് 6-ൽ നിന്നാണ് BJP 35-ലേക്ക് പോകുന്നത്. ആ ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ കൊല്ലത്തായാലും 12 സീറ്റുണ്ട്, കോഴിക്കോടായാലും. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തവണ ഒരു കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത തവണ അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു എന്തെങ്കിലും നയരേഖ BJP ഇപ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങളുടെ അടുത്ത പോയിന്റ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് 2026 മെയ്യിൽ നിയമസഭ കൂടുമ്പോൾ അവിടെ BJPയുടെ 35-ലധികം അല്ലെങ്കിൽ 30-ലധികം BJPയുടെ MLA-മാർ വന്നിരിക്കുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് BJPയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് മുഖ്യമന്ത്രി പദത്തിൽ BJPയുടെ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂ. സ്വാഭാവികമായിട്ട് ഇത് ആപ്ലിക്കബിളായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒന്നും നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരില്ല. അത് അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തും സംഭവിക്കാം. കേരളത്തിൽ ചിലപ്പോൾ ഒരു 5-6 ലോക്സഭാ സീറ്റുകളിൽ BJPയുടെ MP-മാരുണ്ടാവാം. പ്രധാനമന്ത്രിയുടെ ഇടതും വലതും ഇരിക്കുന്ന മന്ത്രിമാരിൽ പലരും BJP-കാരായിരിക്കാം കേരളത്തിൽ നിന്നുള്ള. അങ്ങനെ പലതും സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ നാം പറയുമ്പോഴും പല മണ്ഡലങ്ങളിൽ ആ ഒരു ഫേസ് വയ്ക്കാൻ കഴിയുന്നില്ല ജനകീയ മുഖങ്ങളെ. നമുക്ക് കുറച്ച് ഒരു ഫേസ് ലീഡർഷിപ്പിന്റെ ഒരു കുറവ്, പല സമയത്ത് ലീഡേഴ്സ് കുറവ് നമുക്ക് ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ. ഇന്ന് നമുക്ക് കേരളത്തിലൊരു 100 മണ്ഡലങ്ങളിൽ വയ്ക്കാൻ കഴിയുന്ന ഒരു ശക്തമായ ഫേസ് ഉള്ള ഒരു പാർട്ടി തന്നെയാണ് BJP. കുറച്ച് കുറവുണ്ട്, ഞാൻ ഇല്ല എന്നല്ല. പക്ഷെ ഇടത് വലത് മുന്നണികളെ അപേക്ഷിച്ച് നമുക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പല സ്ഥലത്തും വെക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ വിഷയമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 100 സീറ്റിൽ ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം 100 സീറ്റിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്ന നല്ല മുഖങ്ങൾ BJPക്കുണ്ട്. അതിൽ നല്ല സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ MT രമേശ് ഏട്ടൻ, K സുരേന്ദ്രേട്ടൻ, ശോഭ ചേച്ചി, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെയുള്ള വളരെ നല്ല ഫേസുകൾ നമുക്ക് വയ്ക്കാനുണ്ട്. അതുപോലെ കൃഷ്ണദാസ്ജിയെ പോലെയൊക്കെയുള്ള വലിയ ഫേസുകൾ വെക്കാനുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് വയ്ക്കാൻ കഴിയുന്ന നിരവധി ചെറുപ്പക്കാരുടെ ഫേസുകളുണ്ട്. ലേഡീസിന്റെ മഹിളകളുടെ ഒരു വലിയ ഫേസ് ഉണ്ട്, വലിയ നിര. നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ വലിയൊരു നിരയുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയുണ്ട്. എല്ലാ തരം ആളുകളുടെയും എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. എല്ലാ തരം പത്മിനി തോമസിനെ പോലെ സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്. എല്ലാ മേഖലകളിലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് അറ്റ് പ്രസന്റ് നമ്മൾ എല്ലാ മേഖലകളിലേക്കും കാർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.